കൽബിലെ ശൈത്താൻ പോയോ ബൈത്താനേന്ന് ചോദിച്ചു. ഒരേറ് പോലും റസൂലുള്ളാഹിക്ക് കൊള്ളരുതെന്ന നിയ്യത്തോടു കൂടെ മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു കൂടെ നിന്നു. പക്ഷേ ഒരേറ് റസൂലുള്ളാഹിന്റെ വലത്തെ കാലിന്റെ നെട്ടലിന് കൊണ്ടു. കാല് മുറിഞ്ഞു, രക്തം ഒഴുകി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലൊരു കല്ലുമ്മൽ വെച്ചുകൊണ്ട് തുടച്ചു. ആ കല്ല് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകുമ്പോൾ കാണാം. അങ്ങനെ റസൂലുള്ളാഹി അതിന്റെ തൊട്ടടുത്ത് മലയുടെ ചെരുവിൽ ആകെ തളർന്നുപോയി. ഒരു പച്ചവെള്ളം കുടിക്കാൻ പോലും കിട്ടുന്നില്ല. അവിടെ റസൂലുള്ളാഹി കിടന്നു. ആ കിടന്ന സമയത്ത് അതിന്റെ അടുത്തുള്ള ഒരു ജൂത പെണ്ണ് ശത്രുക്കളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന മുഹമ്മദ് അവരവിടെ കിടക്കുന്നുണ്ട്, അവനെ കൊല്ലണമെങ്കിൽ നിങ്ങൾക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു കല്ലിങ്ങോട്ട് ഉരുട്ടിയിട്ടാൽ കൊല്ലാൻ സാധിക്കും. അങ്ങനെ ചെറുപ്പക്കാർ മുഴുവനും ആ മലയുടെ മുകളിൽ കയറി വലിയ ഒരു കല്ലിങ്ങോട്ടേക്ക് തള്ളി. ആ സമയത്ത് നേരത്തെ കാലി വെച്ച കല്ല് വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ, അങ്ങയെ അപായപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ വലിയ കല്ലുരുട്ടിയിടുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന കല്ലവിടെ തടഞ്ഞു വെച്ചു. ആ വലിയ കല്ല് ചെറിയ രണ്ട് കല്ലിൽ നിൽക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടാണ് ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് വരുന്നത്. അത് ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും തോട്ടമാണ്. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് പോയതല്ല. അവിടെ ചെന്നപ്പോ ഉത്തുബത്തും ശൈബത്തും റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണെങ്കിലും വലിയ ശത്രുക്കളാണ്. അവരെ മനസ്സിൽ അല്ലാഹ് ചെറിയൊരു അലിവിട്ട് കൊടുത്തു. ആ ഉത്തുബത്തും ശൈബത്തും പറഞ്ഞു, അവിടെയുള്ള പാറാവുകാരനായ അദ്ദാസിനോട്, ഞങ്ങളെ കുടുംബത്തിലുള്ള ആളാണ്, അവനിക്ക് കുറച്ച് മുന്തിരി പറിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ മുന്തിരി പറിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാരുടേതാണ്, അവരനുവാദ പ്രകാരമാണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞൊരു മുന്തിരി എടുത്ത് വായിലിട്ടപ്പോ അദ്ദാസ് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു, നാട് ചോദിച്ചു. പേര് അദ്ദാസ് ആണ്, നാട് നീനുവയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നീനുവയാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഉള്ളത്, എന്റെ സഹോദരൻ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞാൻ ആ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം സ്വീകരിച്ചു. ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ആ റസൂലുള്ളാഹി ഇരുന്ന സ്ഥലത്ത് മസ്ജിദ് അദ്ദാസ് എന്നൊരു പള്ളി ഉണ്ടെന്ന് കാണാം. റസൂലുള്ളാഹി നേരത്തെ മലയുടെ താഴ്വര കടന്ന സ്ഥലത്ത് മസ്ജിദുൻ നബി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു പള്ളി, ഒരു കല്ലുകൊണ്ട് കെട്ടിയ പഴയ പള്ളി നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ യാത്രയിൽ കാണാവുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകള് വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ മക്കയിൽ നിന്ന് ിലേക്ക് വരാനുള്ള കാരണം ശിഷ്യന്മാര് ചോദിച്ചു, മക്ക തന്നെ നിന്നൂടെ? അപ്പൊ പറഞ്ഞത്, മക്ക വലിയ പുണ്യമുള്ള നാടാണ്, ഹറമാണ്. പക്ഷേ ഞാൻ ടോയ്ലറ്റിലും അവിടെ തന്നെ പോകണ്ടേ? ഹറം ഞാൻ വൃത്തികേടാക്കണ്ടേ? നമ്മളോ തവാഫലം ചെയ്യുമ്പോൾ ഉസ്താദെ എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടോന്ന് ആലോചിക്കാം. മതാഫ് തന്നെ ബാത്റൂം വേണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ സൂക്ഷ്മതയോട് ജീവിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകളുടെ ഖബറാണ് നമ്മൾ സിയാറത്ത് ചെയ്തത്. അവർ കിതാബ് എഴുതിയ സ്ഥലവും ദർസ് നടത്തിയ സ്ഥലവും അവരുപയോഗിച്ച കിണറൊക്കെ നമുക്ക് ബസ്സിൽ പോകുമ്പോൾ കാണാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്, എല്ലാവരും വന്ന് സിയാറത്ത് കണ്ടുപോകുന്ന ഒരു പള്ളിയാണ് ഈ പള്ളി. ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്നാണ്. മസ്ജിദുൽ ഹുനൂദ്. ഹുനൂദ് എന്ന് പറഞ്ഞാൽ ഹിന്ദ് എന്നതിന്റെ ബഹുവചനമാണ്. ഇന്ത്യക്കാരുടെ പള്ളി എന്നതിന്റെ അർത്ഥം. ഇന്ത്യക്കാരുടെ പള്ളി. ഇതിന്റെ ചരിത്രം പറയപ്പെടുന്നത് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകള് നാട്ടിൽ നിന്ന് ആരെ കണ്ടാലും പള്ളി ഉണ്ടാക്കാൻ പൈസ വേണം, പള്ളി ഉണ്ടാക്കാൻ പൈസ മേടിക്കും. പക്ഷെ പള്ളി ഉണ്ടാക്കുന്നത് എവിടെയെന്ന് കാണുന്നില്ല. ഒരു പള്ളി പണിയുന്നത് കാണണ്ടേ? അപ്പോ മഹാനവറുകളും ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹും ബൈത്താ മുസ്ലിയാരും രണ്ടുപേരും മമ്പുറം തങ്ങളുടെ ശിഷ്യന്മാരാണ്. അപ്പൊ ബൈത്താ മുസ്ലിയാര് ഈ വിഷയം ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മമ്പുറം തങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമർ ഇങ്ങനെ പള്ളിക്ക് പൈസ പിരിക്കുന്നുണ്ട്, പള്ളി പണിയുന്നത് കാണാത്തത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഉസ്താദ് ഒന്ന് സൂചിപ്പിക്കണം. പക്ഷേ മഹാനായ മമ്പുറം തങ്ങള് ഈ ഒരു വിഷയം കേട്ടപ്പോ അത് മൈൻഡ് ചെയ്തില്ല. എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ആരോടാ പൈസ പിരിച്ചത്?
എവിടെയാ, ആരാ പറഞ്ഞത്, ഒന്നും ചോദിച്ചില്ല. ബൈത്താ മുസ്ലിയാർക്ക് മനസ്സിലായി അത് ഉസ്താദിനൊരു തൃപ്തിയുള്ള വാക്കല്ല ഞാൻ പറഞ്ഞത്, അതങ്ങ് വിട്ടുകളഞ്ഞു. പിന്നീട് പിറ്റത്തെ വർഷം ഹജ്ജിന്റെ സമയമായപ്പോ മഹാനായ മമ്പുറം തങ്ങൾ ബൈത്താ മുസ്ലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈത്താനെ ഈ വർഷം ഹജ്ജിന് പോകണട്ടോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഉസ്താദുമാര് ഷേഖ് പറഞ്ഞങ്ങ് പോക്കാണ്. അപ്പോൾ സ്ഥലമിറ്റിട്ട് പോകാന്നൊന്നും പറയൂല, അങ്ങ് പോകാൻ ഒരുങ്ങി. അത് അള്ളാഹു ഇങ്ങ് തുറന്നു വരും. മഹാനവറുകള് ഹജ്ജിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടാൻ പോകുമ്പോ മഹാനായ മമ്പുറം തങ്ങളുടെ അടുത്ത് ചെന്നപ്പം പറഞ്ഞു, മക്കയിലെത്തിയാൽ ത്വായിഫിൽ പോവണം. ത്വായിഫിൽ പോയിട്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ ഖബർ സിയാറത്ത് ചെയ്യണം. കാരണം സ്വാലിഹീങ്ങളൊക്കെ വസിയത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ മഹാനായ ബൈത്താ മുസ്ലിയാര് ഹജ്ജിന് വേണ്ടി വന്നു. അവിടെ നിന്ന് മഹാനവറുകൾ ഇങ്ങോട്ടേക്ക് വന്നു. ത്വായിഫിൽ വന്ന് അവിടെ സിയാറത്തൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഇവിടെ ചെറിയൊരു പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. ഉമർ ഖാദി എവിടെയുള്ളത്? നാട്ടിലാള്. പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനവറുകൾ ചോദിച്ചു, ഇതെന്താ ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങളെവിടെ കേരളത്തിലാന്ന് പറഞ്ഞപ്പോ, നിങ്ങളൊരു മലബാരക്കാരനാണല്ലോ ഈ പള്ളി പണിയിപ്പിക്കുന്നത്, ആരാണെന്ന് ഇവർക്ക് അറിയില്ല. ഉമർ ഖാദിയാണെന്ന് അന്നേരം മനസ്സിലും വരുന്നില്ല. കാരണം ഉമർ ഖാദി എവിടെയുള്ളത്? നാട്ടിലാണുള്ളത്. അപ്പൊ പറഞ്ഞു, ആരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, വൈകുന്നേരം കൂലി കൊടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഒരു വടിയും പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ മഹാനായ ബൈത്താ മുസ്ലിയാർ ഇവിടെ കാത്തു നിന്നു. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം ഒരു 4:30-5 മണിയായപ്പോ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു ഇതാ ഇവിടെയുള്ള പണിക്കാർക്ക് കൂലി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനായ ബൈത്താ മുസ്ലിയാർ ഉമർ ഖാദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് പൊരുത്തപ്പെടണം. അത് ഉമർ ഖാദിയോട് പൊരുത്തപ്പെടാൻ വേണ്ടി പറഞ്ഞു. കാരണം എന്താ, ഇങ്ങനെ ഒരു തെറ്റിദ്ധരിച്ചല്ലോ. അങ്ങനെ മഹാനായ ബൈത്താ മുസ്ലിയാർ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയപ്പോ നേരെ പോകുന്നത് മമ്പുറം തങ്ങളുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നിട്ട് ബൈത്താ മുസ്ലിയാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉസ്താദിനോട് സലാം പറഞ്ഞപ്പോ ഉസ്താദ് സലാം അടക്കുകയാണ്. അലൈക്കും വസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൽബിലെ ശൈത്താൻ പോയോ ബൈത്താനേ എന്ന് ചോദിച്ചു. കൽബിലെ ശൈത്താൻ പോയോ ബൈത്താൻ? എന്തേനു ശൈത്താന്? ഉമർ പള്ളിക്ക് പൈസ വെച്ചിട്ട് പള്ളി പണിയുന്നില്ല എന്നുള്ളൊരു ശൈത്താനിയത്ത്. ആ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു അന്ന് പണിയിപ്പിച്ച ചെറിയൊരു പള്ളിയാണെങ്കിലും പിന്നീട് അതിങ്ങനെ പല തവണ പുതുക്കി പണിയുമ്പോഴൊക്കെ അതിന്റെ പേര് ഇതുവരെയും അവർ മാറ്റിയിട്ടില്ല. മസ്ജിദുൽ ഹുനൂദ്, ഇന്ത്യക്കാരുടെ പള്ളി. അതെന്താ, അത് പലരോടത്തുനിന്ന് പൈസ പിരിച്ചിട്ടാണല്ലോ പണിതത്. അതാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു. ബോർഡുണ്ട്, മസ്ജിദുൽ ഹുനൂദ് എന്നുണ്ട്. ആ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് പറയുമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഹാനായ മമ്പുറം തങ്ങളുടെ ഒരു കറാമത്ത്. മമ്പുറം തങ്ങള് ഒരു ബർക്കത്തിന് വേണ്ടി പറയാം. മഹാനായ മമ്പുറം തങ്ങൾ മമ്പുറത്ത് സിയാറത്ത് ചെയ്തിട്ടില്ലേ? ഇല്ലെങ്കിൽ ചെയ്യണം. മഹാനായ മമ്പുറം തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. മമ്പുറം തങ്ങൾ മമ്പുറത്ത് വന്നു. മഹാനവറുകൾ ജുമാഅക്കൊന്നും പള്ളിയിൽ പോവില്ല. അങ്ങനെ അവിടെ നാട്ടുകാരുടെ ഇടയിൽ വലിയ ചർച്ചയായിട്ട് കമ്മിറ്റിക്കാര് മമ്പുറം തങ്ങളെടുത്ത് എന്നിട്ട് പറഞ്ഞു, തങ്ങൾ എന്ത് ചെയ്യണം, ജുമാക്ക് പള്ളിയിൽ വരണം. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച മമ്പുറം തങ്ങൾ പള്ളിയിൽ ജുമാക്ക് വേണ്ടി പോയിന്ന. അവിടെ ചെന്ന് ഖുതുബയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. മഹാനവറുകളും ബേക്കറി കൈകെട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ മഹാനവറുകൾ കൈയിളക്കിയിട്ട് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്തു, ളുഹ്ർ നിസ്കരിച്ച് തിരിച്ചു പോകുമ്പം പറഞ്ഞു, ഈ പാലില്ല പശുവിനെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂല. മഹാനവറുകൾ പോയി. ജുമുഅ കഴിഞ്ഞപ്പം പറഞ്ഞു, തങ്ങൾ ഇവിടെ വന്നിട്ട് ജുമുഅയ്ക്ക് നമ്മളെ ഉസ്താദിനെ തുടരാണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒച്ചയും ബഹളമൊക്കെ ആയി. അങ്ങനെ ഇമാം ലാസ്റ്റ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പോകുമ്പം പറഞ്ഞു, പാലില്ല പശുവിനെ എനിക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഉസ്താദ് പറഞ്ഞു, ഇനി ഒരു അക്ഷരം ആരും മിണ്ടാൻ പാടില്ല. ഞാൻ എൻ്റെ ഭാര്യക്ക് സുഖമില്ലാതെ ഞാൻ ഇന്നലെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു ഭാര്യക്ക് പശുവിൻ പാല് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ജുമുഅക്ക് വരുന്നതിന്റെ മുമ്പ് ഒരു പശുവിനെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. പശുവിനെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. നിസ്കരിക്കാൻ കൈകെട്ടിയപ്പോ എന്റെ മനസ്സിലുള്ളത് ആ പശുവിന് പാല് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഉടമസ്ഥൻ പറഞ്ഞ പാല് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പാലില്ല പശുവിനെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂല. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ
കാൺമാൻ ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ ഹൃദയം കാണും. അവർക്ക് സ്കാനിങ്ങിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടാൽ അവരങ്ങ് സ്കാൻ ചെയ്യും. മഹാനവറുകള് ഉസ്താദിന്റെ മനസ്സിലുള്ളത് കണ്ടു, പറ്റാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയി. ആ മഹാനായ മമ്പുറന്തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ അള്ളാഹ് സ്വീകരിക്കട്ടെ. ആ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സ്ഥാനം സൗദി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു പാലമുണ്ട്, ഒരു പാലം ഞാൻ ആ ബസ്സിൽ നിന്ന് കാണിച്ചിരുന്നു. ആ പാലത്തിന്റെ പേര് ത്വരീഖ് ഉമർ ഖാദി എന്നാണ്. ഉമർ ഖാദിയുടെ പേരാണ്. മദീനയിൽ ചെന്നാൽ മദീനയിൽ ഒരു റോഡിന് പേരിട്ടിട്ടുണ്ട് ത്വരീഖ് ഉമർ ഖാദി. കാരണം മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് വല്ലാതെ സ്നേഹിച്ചിട്ടങ്ങ് റൗളയിലെത്തിയപ്പോ അവിടെ നിന്ന് ഒരു ബൈത്തങ്ങ് ചൊല്ലിയപ്പോ, ആ ബൈത്തങ്ങ് ചൊല്ലിയപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ റൗള ഷരീഫിന്റെ വാതിലങ്ങോട്ട് പിളർന്നു. റസൂലുള്ളാഹി തങ്ങളങ്ങ് കൈനീട്ടിക്കൊടുത്തു എന്നാ ആ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന് ഇന്നും സൗദിയിലുള്ള അറബികൾക്കൊക്കെ അറിയാം. അതുപോലെ മറ്റൊരു സംഭവം, മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ എത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുപാട് കാലം ആഗ്രഹിച്ച് കഴിയുന്നില്ല. അവസാനം അവിടെ എത്തിയപ്പോ ചെന്നിട്ടങ്ങ് ചൊല്ലിയില്ലേ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അന്നി ഫഹിയ നായിബതി ഫഹാ നൗബതൻ ഇലൈക ഖൈതുർലാബിയാസൻ സഖദിലെ ഷഫത്തി. അതായത് അവിടെ ചെന്നുകൊണ്ടങ്ങ് ചൊല്ലി, പടച്ചോനെ ഞാൻ ഒരുപാട് കാലമായി റസൂലുള്ളാഹിന്റെ ഹബീബിന്റെ തേരത്ത് വരാൻ ആഗ്രഹിക്കുന്നു. ഇവിടുന്ന് വരുന്ന കാറ്റ് ഞാനിങ്ങനെ ആസ്വദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ ഹബീബിന്റെ കൈയൊന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ആ കൈയൊന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോ റൗള ഷരീഫ് അങ്ങ് പൊട്ടി പിളർന്നിട്ട് കൈ അങ്ങ് നീട്ടിക്കൊടുത്തു. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഉമർ ഖാദിയുടെ ചരിത്രം മനസ്സിലാക്കാൻ അവിടെ വന്നതുപോലെ ബസ്സിൽ കയറി ഇൻഷാ അള്ളാഹ് നമ്മളിനി ബസ്സിൽ നിന്ന് കാണേണ്ട സ്ഥലമൊക്കെ കണ്ടിട്ട് എന്നിട്ട് നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കർണുൽ മനാസിൽ എന്ന മീഖാത്തിൽ പോയി ഇൻഷാ അള്ളാഹ് ഇഹ്റാം ചെയ്ത് നേരെ നമുക്ക് റൂമിൽ പോയി ഭക്ഷണം കഴിച്ച ഉടനെ ഉംറയൊക്കെ കഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് അസറോട് കൂടി നമ്മൾ ഉംറയൊക്കെ കഴിയും. ഇന്ന് അസർ മുതൽ ചെറിയ രീതിയിലുള്ള പർച്ചേസൊക്കെ നടത്താം. ഈത്തപ്പഴമൊക്കെ അവിടുന്ന് വാങ്ങിക്കാം, മുസല്ലയൊക്കെ വാങ്ങിച്ച് തുടങ്ങാം. നമ്മളെ യാത്രയുടെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് നാട്ടിലേക്കുള്ള. അതൊക്കെ വാങ്ങിച്ച് ഇൻഷാ അല്ലാഹ് നാളെ ഒരു അസറോട് കൂടെ പിന്നെ നമുക്ക് ജന്നത്തുൽ മുഅല്ലയിലൊക്കെ പോയിട്ട് വെള്ളിയാഴ്ച രാവാണ് നല്ല